അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പാണ്. 250 ml കപ്പിന് 1.5 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയുടെ മഞ്ഞ നമുക്ക് പിന്നീടാണ് ആവശ്യമുള്ളത്. മുട്ടയുടെ വെള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു മുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദ മാവാണ്. ഞാനിപ്പോൾ 1/2 കിലോ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് അങ്ങ് ചേർക്കണ്ട. പകുതി ആദ്യം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കി മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മൈദക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം വരും. ഇനി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം ഈ മാവ്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുഴച്ചെടുത്ത മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. അപ്പോൾ മാവ് ഇതാ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുത്ത മാവ് ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഒരേ വലിപ്പത്തിലുള്ള 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിൽ നിന്നും ഒരു പീസ് മാവ് എടുക്കുക. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ അത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയിരിക്കുന്നതും ഉരുട്ടിയെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദ വിതറി കൊടുക്കുക. ഉരുട്ടിയെടുത്ത ഓരോ മാവും ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി മാവ് കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ കുറച്ച് സമയം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പം വലിയ ജീരകം എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറിലും ഇത് ചെയ്തിട്ടെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. സവാളയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഉള്ളിയും ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വയന്ന് ഗോൾഡൻ നിറം ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയാകും. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് വാടി വരണം.
അപ്പോൾ തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, അങ്ങ് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 250 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇല്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. ചിക്കന് പകരം ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ബീഫും മട്ടനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരണം. ഇതിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ചിക്കനിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വെള്ളം ചിക്കനിൽ നിന്നും ഇറങ്ങി വരും. ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റി ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വെന്ത് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. ഒന്ന് പിടിച്ചു നോക്കുക ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ പച്ചമുളക് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള എരിവ് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി എത്രയാണോ ചേർത്ത് കൊടുത്തത് അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് സവാളയൊക്കെ ചേർത്ത് വഴറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയം ജീരകം മൂപ്പിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ഒരു സമയം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടിയുടെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ പൊടികളും കൂടെ ചേർത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വേണം ചേർക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം കട്ട് ചെയ്ത് ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ക്യാപ്സിക്കം ഒക്കെ പല കളറിൽ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കളറിലുള്ള ക്യാപ്സിക്കം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കുക. അപ്പം നല്ല ചൂടാണ്. ഈ ഒരു സമയം ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂട് മാറട്ടെ. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂട് മാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ ബട്ടറിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ മാവ് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു മാവ് എടുക്കാം. ബാക്കി മാവ് നമുക്ക് മൂടി വയ്ക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറി കൊടുക്കാം. ഇനി മാവിൻ്റെ എല്ലാ ഭാഗത്തും മൈദ എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കനം കുറച്ച് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം കുറച്ച് ബട്ടറിൻ്റെയും അതുപോലെ എണ്ണയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടങ്ങ് കോരി ഒഴിക്കരുത്. എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബട്ടർ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് 4ആയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് വലിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു ട്രേയിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇതായി എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് വെക്കാം. അപ്പോൾ 4 വെച്ച് കൊടുത്തതിന് ശേഷം ഇത് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് പരത്തി വലുതാക്കി എടുക്കാം.
എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കുറച്ചും കൂടെ വലുതാക്കി എടുക്കുക. എല്ലാം ദാ ഒരേ ലെവലിൽ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വീതം ഫില്ലിങ് വെച്ച് കൊടുക്കാം. 2 കൈവിരൽ വിട്ടിട്ട് വേണം അടുത്തത് നമുക്ക് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെയാണ് ബാക്കിയെല്ലാം നമുക്ക് ഫില്ലിങ് വെക്കാൻ. അപ്പോൾ എല്ലാ ഫില്ലിങ്ങും ഇതാ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതെല്ലാം ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കുക. ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ ഇല്ലേ, മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്ത്. ഇപ്പോൾ എല്ലാത്തിലും മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ വശവും ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു വശം ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വേണം വെക്കാനായിട്ട്. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ, നല്ല ലെയറോട് കൂടി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചു മറിച്ചുവിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 വശവും നല്ലൊരു ഗോൾഡൻ നിറായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി കുറച്ചിരിപ്പുണ്ട്, അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലെയറോട് കൂടി കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും തന്നെ കുടിച്ചിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓവനോ എയർ ഫ്രയറോ ഇല്ലാത്തവർ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്